Yes, good afternoon. ആരും കാണുന്നില്ലല്ലോ അളക. വരുമോ? വരുമായിരിക്കും. Let us be optimistic. Minu വന്നു. Yes. Good afternoon, sir. Yes, Minu. ഞങ്ങൾ ആരും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നപ്പോ മിനു വന്നു. ഞാന് സമയമായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും 1:27 അപ്പൊ ഞാൻ അത് വൈകിയത്. സോറി സാർ. നോ പ്രോബ്ലം. ഞാനൊരു 1:24 ഇവിടെ വന്നു, 24 വന്നു പോയി. അപ്പൊ ആരുമില്ല. അപ്പൊ പിന്നെ 1:27 കഴിഞ്ഞപ്പോ വീണ്ടും വന്നു. ശുഭ. എന്തോ? Yes, good afternoon. Good afternoon, sir. Yes. ഇലക്ഷനൊക്കെ ഉടൻ വരെ നിങ്ങളുടെ നാട്ടില് അടിപൊളിയായിട്ട് പോകുന്നു. പാട്ടുകാരാണ്. ഇലക്ഷൻ വരുമ്പോഴാണ് നമ്മുടെ ഈ പാരഡി എഴുതുന്നവർക്കൊരു നിറച്ചും പാട്ടുകാരാണ്. അതെ. അല്ല, അത് എടുത്തു പറയാൻ കാരണം ഇഷ്ടപ്പെട്ട വല്ല പാട്ടുണ്ടായ അപ്പൊ ഇലക്ഷൻകാരുടെ? ഞങ്ങളുടെ വീട് ഇങ്ങനെ റോഡ് സൈഡിലാ. അപ്പൊ എല്ലാ പാർട്ടിക്കാരുടെയും ഇത് കേട്ട് കേട്ട് മടുത്തു. പക്ഷെ എന്റെ മോൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷ. അവൾക്ക് അറിയാവുന്ന എനിക്ക് ഓർമ്മയില്ല, അവള് പറയുന്നുണ്ട് ഇത് അമ്മ ഇത് ഓണം മൂടിന്റെ പാട്ടാ അവരാ പാടുന്നേന്ന്. മ്യൂസിക് അതായിരിക്കുമല്ലോ, അപ്പൊ പിള്ളേർക്ക് വേഗം തിരിയാൻ പറ്റും. അവൾക്കത് അങ്ങനെ പിടികിട്ടി. ശുഭ്ര മകൾക്ക് നല്ല മ്യൂസിക് സെൻസ് ഉണ്ട്. അതെ, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്നും കേൾക്കുന്നുണ്ട്, ഞാനത് ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ അവള് പറഞ്ഞ അമ്മ ഇത് ഓണം മൂടായി പാടുന്നേന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സുബിത സിയൻ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇങ്ങോട്ട് കിട്ടിയില്ല ഗുഡ് ആഫ്റ്റർനൂൺ, അപ്പൊ അങ്ങോട്ട് വിളിച്ചു തരാന്ന് വിചാരിച്ചാ വിളിച്ചത്. നമുക്ക് ആരംഭിച്ചാലോ? Let us start. Yes. Okay, Alaga. Then prayer undo. Then thought of the day. Signing on. ഒന്നുമില്ലായെങ്കിൽ നമുക്ക് ആരംഭിക്കാം. യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ ചെറിയ ഭാഗങ്ങൾ ബാലൻസ് ചെയ്യപ്പെടും, നമുക്ക് എടുക്കാം. യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ട്രാൻസ്ലേഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത്. അപ്പൊ ആ മോഡൽ ട്രാൻസ്ലേഷൻ നമുക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തിലേക്ക് പോവാം. യെസ്. അപ്പൊ ഞാൻ മലയാളത്തിൽ ഒരു വാചകം പറയാം, ഒരു പാരഗ്രാഫ് പറയാം. യെസ്. ആ പാരഗ്രാഫ് ഇത് വലുതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെറുതെന്നത് ഒരു ടെസ്റ്റ് ഡോസ് ആണ്. ഇനി അടുത്തത് ഒരു വലുതാണ്, കുറച്ചുകൂടി വലുത്. യെസ്. നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. യെസ്. ആർ യു റെഡി? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. നമ്മൾ 6 പേരുകളുണ്ട്. ഡോണ്ട് വറി. അപ്പൊ എഴുതിക്കോ, മലയാളത്തിൽ എഴുതിയെടുക്കാം കേട്ടോ. എന്റെ മകളെ, എന്റെ മകളെ, നീ എന്താണ് പറയുന്നത്? എന്റെ മകളെ, നീ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക്. എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? അനില ഒരു 2 വരി വിട്ടിട്ട് ഇരിക്കും കേട്ടോ. ഓക്കെ സാർ. പ്രണയത്തിന്
പ്രണയത്തിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ എതിരല്ല. പക്ഷെ നിന്റെ സെലക്ഷൻ തെറ്റിപ്പോയി. നിന്റെ സെലക്ഷൻ തെറ്റിപ്പോയി. ഫുൾ സ്റ്റോപ്പ്. നീയും നിന്റെ കാമുകനും തമ്മിലുള്ള പ്രായവ്യത്യാസം നീ പരിഗണിച്ചില്ല. നിന്റെ കാമുകന് ഒരു സ്ഥിരം ജോലി ഉണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. സ്ഥിരം ജോലിയുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. വിവാഹം ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് വിവേകപൂർവം നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കണം. അല്ലാത്ത പക്ഷം നിന്റെ ജീവിതം പരാജയമായിരിക്കും. വരുമാനമില്ലാതെ നിനക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? ക്വസ്റ്റ്യൻ മാർക്ക്. വരുമാനമില്ലാതെ നിനക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരും നിങ്ങളെ സഹായിക്കില്ല. നിന്റെ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്
ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുഷ്ടം അതുകൊണ്ട് നീ അച്ഛനെ അനുസരിക്കണം. പുഷ്ടം എന്താണോ അദ്ദേഹം പറയുന്നത്, അത് നിന്റെ വിജയത്തിന് വേണ്ടിയാകുന്നു. പുഷ്ടം നീ ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. പുഷ്ടം അത് മറക്കരുത്. ഓക്കെ, യെസ്, എഴുതിക്കോളൂ. അനില ഒരു 2 വരി അതിന് മുന്നിൽ എഴുതി ചേർത്തോളൂ. 2 വരി കേട്ടോ, എഴുതിക്കോ. എന്റെ മകളെ, അനില എഴുതിക്കോ. ബാക്കിയുള്ളവർ എഴുതിക്കോട്ടോ, ഇത് അനിലേക്ക് മാത്രം. എന്റെ മകളെ, നീ എന്താണ് പറയുന്നത്? ഇതെന്താ ചെയ്യണ്ടേ? അതേറെ ഇംഗ്ലീഷിലോട്ടാക്കാം. ഇല്ലും ഓക്കെ. കഴിഞ്ഞ ക്ലാസ് ഉണ്ടായില്ലേ വിനു? ഇല്ല സാർ, ഉണ്ടായിരുന്നില്ല. ചെയ്തിരുന്നു കേട്ടോ. ആ, ഓക്കെ. അനില, എന്റെ മകളെ നീ എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? യെസ്. ബാക്കി ഞങ്ങൾ പ്രണയത്തിനെതിരല്ല എന്നൊടിക്കുള്ള കാര്യമാണ് ബാക്കി കേട്ടോ. യെസ്, എഴുതിക്കോളൂ. ഒരു 10 മിനിറ്റ് സമയം തരാം. ഓക്കെ.
ഹസീന, സാർ യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖമായിരിക്കുന്നു അല്ലേ? ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവിടെ കഴിയും. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഇവർക്ക് ഒരു സ്ഥാനം എഴുതാൻ കൊടുത്തേക്കാണ്. ഓക്കെ.
കഴിയുമ്പോ പറയണം കേട്ടോ. ആദ്യം കഴിയുന്നാളെ പറയണേ. യെസ്. അപ്പൊ സുബിത കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. യെസ്. അപ്പോ ഈ ഉള്ളവര് ഇതിന്റെ ഒപ്പം കൂടി വരിക കേട്ടാ. ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ സുബിത, ഞാൻ വായിക്കാം. സുബിത എന്റെ ഇംഗ്ലീഷ് വായിച്ചാൽ മതി. എന്റെ മകളെ, നീ എന്താണ് പറയുന്നത്? My dear doctor, what do you say? Yes, my dear daughter, what do you say? Correct ആണ്. സംശയം ഒരു ചോദിച്ചേക്കാം, നമുക്കത് റെഡിയാക്കാം. മൈ ഡിയർ ഡോട്ടർ, വാട്ട് ഡു യു സേ? എന്താണ് നീ പറയുന്നത്? അടുത്ത വരി കൂടി പറഞ്ഞോളൂ. സുബിത, എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? Why not you understanding your parents? ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് ഒക്കെ വന്നു കഴിയുമ്പോ ING വരില്ല. ING ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞാൽ മതി. വൈ ഡോണ്ട് യു, ഡു നോട്ട് എന്നുള്ളത് ഡോണ്ട് യു. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് അസ്? ഓക്കെ, Why not ചേർത്ത കുഴപ്പമുണ്ടാവോ? Why not you വൈ അണ്ടർസ്റ്റാൻഡിങ് വേണ്ട, അണ്ടർസ്റ്റാൻഡ് കേട്ടോ. Why not you understand your parents? അല്ല, ഞങ്ങളെ എന്നല്ലേ ഫസ്റ്റ്, പാരന്റ്സ് വേണ്ട.
ഞങ്ങളെ മനസ്സിലാക്കാത്തതല്ലേ, ഞങ്ങളെ എന്നുള്ളതിന് അസ്. ഓക്കെ, അടുത്ത വരി പറയാം. പ്രണയത്തിന് ഞങ്ങൾ എതിരല്ല. We are not disagree with the love affection. ലവ് അഫെക്ഷൻ. കൂടുതലായി പോയി, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കത്. വി ആർ നോട്ട് എതിരെ, എതിർന്നുള്ളതിന് എഗെയിൻസ്റ്റ്. അപ്പൊ വി ആർ നോട്ട് എഗെയിൻസ്റ്റ് ലവ്. അല്ലെങ്കിൽ ലവ് എന്നുള്ളതിന് പകരം അഫെക്ഷൻ എന്ന് കഴിയാതെ കുഴപ്പമൊന്നുമില്ല. വി ആർ നോട്ട് എഗെയിൻസ്റ്റ് ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ, അതിൽ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അളക, യെസ് സർ. പറയൂ. പക്ഷേ നിന്റെ സെലക്ഷൻ തെറ്റിപ്പോയി. ഒരു മിനിറ്റ്, ഞാനത് എവിടെയോ നോക്കട്ടെ. എവിടെയെന്ന് നോക്കട്ടെ അല്ലെ? വെരി ഗുഡ്. പക്ഷേ പറയട്ടെ. പറഞ്ഞോ. വി ആർ നോട്ട് അഗെയിൻസ്റ്റ് ലവ് ബട്ട് യുവർ സെലക്ഷൻ വെൻ റോങ്. യെസ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അലക പറഞ്ഞതുപോലെയും പറയാം, അല്ലാതെയും പറയാം. നോക്കി, അലക എഴുതിയത് ബട്ട് യുവർ സെലക്ഷൻ വെന്റ് റോങ്, അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും പറയാം. ബട്ട് യുവർ സെലക്ഷൻ വാസ് നോട്ട് റൈറ്റ്, അല്ലെങ്കിൽ യുവർ സെലക്ഷൻ വാസ് റോങ്. യെസ്. ഓക്കെ, അടുത്ത വരിയോടും പറഞ്ഞു. നീയും നിന്റെ കാമുകനും തമ്മിലുള്ള പ്രായ വ്യത്യാസം നീ പരിഗണിച്ചില്ല. യു ഡോണ്ട് കൺസിഡർ ഏജ് ഗ്യാപ്പ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ലവർ. യെസ്, യു ഡോണ്ട് കൺസിഡർ, അല്ലെങ്കിൽ യു ഡിഡ് നോട്ട് കൺസിഡർ. യു ഡോണ്ട് വേണ്ട, ഡിഡ് നോട്ട്. ഡിഡ് നോട്ട്. ഡിഡ് നോട്ട്, നീ പരിഗണിച്ചില്ല. അത് ആദ്യം പറയുന്നു. യു ഡിഡ് നോട്ട് കൺസിഡർ, CONSIDER. അപ്പൊ നീ പരിഗണിച്ചില്ല എന്നായി. എന്താ പരിഗണിക്കേണ്ടത്? അത് മൂന്നാമത് പറയണം. ദ ഡിഫറൻസ്, വ്യത്യാസം. എന്തിനുള്ള വ്യത്യാസം? ഇൻ ഏജ്. ഏജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട് സർ. എന്നൂടി പറഞ്ഞ കൺസിഡർ ദി ഏജ് ഗ്യാപ്പ് ബിറ്റ്വീൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് ആ ഏജ് എടുത്തിട്ട് ആദ്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഡിഫറൻസിന്റെ മുമ്പില് നമുക്ക് ഏജ് എടുക്കാം. യു ഡിഡ് നോട്ട് കൺസിഡർ ദ ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ ഏജ് ഗ്യാപ്പ്, കുഴപ്പമില്ല. അപ്പൊ പ്രായ വ്യത്യാസം പരിഗണിച്ചില്ല. ആരൊക്കെ തമ്മിലുള്ള? ബിറ്റ്വീൻ യു ആൻഡ് യുവർ ലവ്, നീയും നിന്റെ കാമുകന്റെയും ഇടയിലുള്ള പ്രായ വ്യത്യാസം നീ എന്ത് ചെയ്യുന്നില്ല? പരിഗണിച്ചില്ല. യു ഡിഡ് നോട്ട് കൺസിഡർ, പ്രായ വ്യത്യാസം പരിഗണിച്ചില്ല. ഒരു വരി കൂടി പറയാം. നിന്റെ കാമുകന് ഒരു സ്ഥിരം ജോലിയുണ്ടോ? സർ, ഇത് കറക്റ്റ് ആണെന്ന് അറിയില്ല. ഡസ് യുവർ ലവർ ഹാവ് എ പെർമനന്റ് ജോബ്? യെസ്, ആ ഹാഡിൽ മാത്രമാണ് ഉണ്ടായിരുന്നു എന്നായിപ്പോയി. ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഹാഡ് മാറ്റിയിട്ട് അവിടെ എന്ത് വേണം? ഹാവ് സർ പറഞ്ഞത്. ഹാവ് ആണോ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് മിന്നു സുരേഷ്. യെസ് സർ. വിവാഹം ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. മാരേജ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് ലൈഫ് ടൈം. യെസ്, അത് കറക്റ്റ് അല്ല, വാക്കും ഇതിനകത്തുണ്ട്. ഒന്നും കൂടി വേണം നമുക്ക് അതിനൊന്ന് ഭംഗിയാക്കാം. മാരേജ് ഈസ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി എന്തായി? ഒരു ഭംഗിയായി. യെസ്, മാരേജ് ഈസ് എ ലൈഫ് ലോങ്, ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് വിവേകപൂർവം നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കണം. So we must choose our partner wisely. Very good, very good, very good. So we should choose our partner wisely. അതാണ് പിന്നെ എഴുതിയേക്കുന്നത്. അങ്ങനെയും എഴുതാം. ഇല്ലെങ്കിൽ we should select, SELECT, select. ചൂസ് എന്നുള്ളതിന് പകരം സെലക്ട് ആക്കുക. സെലക്ട്
അവർ പാർട്ട്ണർ വിത്ത് കോൺഷ്യസ്നെസ്, വിവേകം, അല്ലെങ്കിൽ വിത്തില്ല എങ്കിൽ കോൺഷ്യസ്ലി എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ആ വാക്ക് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. യെസ്. ഇനി ഓട്ടോടി പറഞ്ഞോളൂ. അല്ലാത്ത പക്ഷം നിന്റെ ജീവിതം പരാജയത്തിലേക്ക് പോകും. Otherwise, your life fail. ശരിയാക്കാം. അവിടെ നിന്റെ ജീവിതം പരാജയത്തിലേക്ക് പോകും. വിൽ ബി കൂടി ആവുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. അതർവൈസ് യുവർ ലൈഫ് വിൽ ബി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. നിന്റെ ജീവിതം പരാജയം. മിസറബിൾ എന്നുള്ളതിന് പകരം മിസറി എന്ന് പറഞ്ഞാൽ മിസറബിൾ അഡ്ജക്റ്റീവ് ആണ്. മിസറബിൾ ലൈഫ്. അപ്പോ മിസറി കേട്ടോ, ദുരിതം. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ അളകാം. നമുക്കൊന്നുകൂടി നോക്കാം. അല്ലാത്ത പക്ഷം, അതർവൈസ് നിന്റെ ജീവിതം പോകും. യുവർ ലൈഫ് വിൽ ഗോ ടു ഫെയിലിയർ, പരാജയത്തിലേക്ക് പോകും. അങ്ങനെയും പറയാം. ഓക്കെ മിന്നു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ശുഭ ജിഷ്ണു. അടുത്ത ചോദ്യം ഇതാണ്. വരുമാനമില്ലാതെ നിനക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? ശരിയാണോ അറിയില്ല സർ. കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പറ. ഹൗ ക്യാൻ യു ലിവ് വിത്തൗട്ട് മണി? വിത്തൗട്ട് മണി അല്ലേ? ഓക്കെ 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 ഓക്കെ. ഹൗ ക്യാൻ യു ലിവ് വിത്തൗട്ട് മണി? ശുഭ, തെറ്റൊന്നുമില്ല. നമുക്ക് മണി എന്ന് എഴുതുന്നതിന് പകരം വേണമെങ്കിൽ അവിടെ ഇൻകം എന്ന് കൂടി ചേർക്കാം. ഹൗ ക്യാൻ യു ലിവ്, അത് കറക്റ്റ് അത് തന്നെയാണ്. എങ്ങനെ നിനക്ക് ജീവിക്കാൻ കഴിയും? വിത്തൗട്ട് ഇൻകം, വരുമാനമില്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക? അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. സാമ്പത്തിക ഭദ്രത കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. പറഞ്ഞോളൂ. So financial stability is important to a family life. Okay. So financial stability is important to family life. അങ്ങനെയും പറയാം, അതല്ലാതെയും പറയാം. സോ അതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ഫാമിലി ലൈഫ്. അടിസ്ഥാനമാണ്, ദ ബേസിസ് ഓഫ് ഫാമിലി ലൈഫ്. ഓക്കെ ശുഭ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അനില, അടുത്ത വരി പറയാം. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ മതി, ഞങ്ങളില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. ഡോണ്ട് വറി. ഒരു പ്രതിസന്ധി, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പോവാം. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ ആരും സഹായിക്കില്ല. സഹായിക്കാന്നുള്ളതിന് ഹെൽപ്പ്, പ്രതിസന്ധി എന്നുള്ളതിന് നമുക്കൊരു പേര് പറയാം, ക്രൈസിസ്. എന്താണ് ക്രൈസിസ്? പ്രതിസന്ധി. ഘട്ടം എന്നുള്ളതിന് സിറ്റുവേഷനോ സ്പിയർ എന്നോ എന്തോ പറയാം. ഈ ബാക്കി ഒന്ന് പറഞ്ഞു വയ്ക്കുക, എല്ലാ വാക്കുമായിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ ആരും സഹായിക്കില്ല. അപ്പൊ ആദ്യം പറയേണ്ടത് നിങ്ങളെ ആരും സഹായിക്കില്ല. നിങ്ങളെ ആരും സഹായിക്കില്ല. അപ്പൊ നമുക്ക് നെഗറ്റീവ് അല്ലേ, ആരും സഹായിക്കില്ല. അപ്പൊ നമുക്കൊരു നോബഡി വെച്ച് തുടങ്ങിയ കുറച്ചുകൂടി ഭംഗിയാവും. നോബഡി വിൽ ഹെൽപ്പ് യു. വിൽ നോട്ട് വേണ്ട, കാരണം നോബഡി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാക്കണ അതിൻ്റെ അകത്തൊരു നോട്ട് കിടപ്പുണ്ട്. അപ്പൊ നോട്ട്, പിന്നെ രണ്ട് നോട്ട് വരുമ്പോ ഇരട്ടിപ്പോ. അപ്പൊ അതുകൊണ്ട് വില്ലിന്റെ പിന്നെ നോട്ട് വേണ്ട, നോബഡിയുടെ നോട്ടിന്റെ അകത്ത് കൂടെ കിട്ടിക്കോളും. യെസ്. അപ്പൊ നമുക്ക് എന്നിട്ട് പറയാം, നോബഡി വിൽ ഹെൽപ്പ് യു. ആരും നിങ്ങളെ സഹായിക്കില്ല. കറക്റ്റ് ആയിട്ട് ഹെൽപ്പ് യു എപ്പോഴും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ. ക്രൈസിസ് സിറ്റുവേഷൻ. അതല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഹാർഡ്ഷിപ്പ്. ഓക്കെ, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലോസ് രണ്ടാമത് പറഞ്ഞ ക്ലോസ് ആദ്യം പറയാം.
ഇൻ എ ക്രൈസിസ് സിറ്റുവേഷൻ നോബഡി വിൽ ഹെൽപ്പ് യു. ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ആരും നിന്നെ സഹായിക്കില്ല. ഓക്കെ, യെസ്. ഒരു വരി കൂടി പറയുള്ളൂ. നിന്റെ മാതാപിതാക്കൾ എന്ന നിലക്ക് ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. യെസ്, പറ. ഞാൻ എഴുതിയത് മീനിങ് വേറെ ഇരിക്കും. ഐ ക്യാൻ നോട്ട് കൺട്രോൾ ദാറ്റ് സിറ്റുവേഷൻ ബിക്കോസ് വി ആർ പേരൻസ്. അല്ല, ഒന്നും കേട്ടില്ല. ഒന്ന് വായിച്ചു. ഐ ക്യാൻ നോട്ട് കൺട്രോൾ ദാറ്റ് സിറ്റുവേഷൻ ബിക്കോസ് വി ആർ യുവർ പാരന്റ്സ്. തെറ്റാണ് സാർ, എന്നാലും വെറുതെ എഴുതി വെച്ചു. കുഴപ്പമില്ല, നോ പ്രോബ്ലം. അതിന്റെ എന്തും കൂടെ ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അകത്ത് ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. നോക്കിയേ, അതൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഡോണ്ട് വരി, നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾ ടീച്ചർമാരാണ്. അവിടെ പിന്നെ അടുത്ത PTA മീറ്റിംഗ് കൂടുമ്പോ അനിത ടീച്ചറെ സ്വാഗതം പറയണമെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ സ്വാഗതവും പറയും, ഞാൻ ആശംസയും പറയും, എല്ലാം ഞാൻ തന്നെ പറയണമെന്നേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ആനിവേഴ്സറി നടക്കുമ്പോ ഞാൻ അനൗൺസ്മെന്റ് അനിത ടീച്ചറെ ചെയ്യണമെന്ന് HM പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മളിത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിപ്പിക്കുമ്പോ ഓക്കെ ഏറ്റു എന്ന് പറയും. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ നമ്മളവിടെ താഴോട്ട് പോണ്ട. യെസ്, അപ്പൊ നമുക്ക് ചെയ്യാം. നോക്ക്, ശ്രദ്ധിച്ചാൽ മതി. നോക്ക്, നിന്റെ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നിന്റെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ യുവർ പാരന്റ്സ്. അതിന് കൂടുതൽ വേട് കിടപ്പുണ്ട്, എന്ന നിലയ്ക്ക്. ഈ എന്ന നിലയ്ക്ക് എന്നുള്ളതിൽ ഉപയോഗിക്കുന്ന വേട് ആസ് എന്നാണ്. ആസ്. ആ ആസ് എടുത്തിട്ട് മലയാളത്തിൽ പറയുമ്പോൾ എന്ന നിലക്കെന്നുള്ള ഒടുവിലാണ് വന്നേക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആ എന്ന നിലക്കെന്നുള്ള വേട് ആദ്യം വരും. അപ്പൊ എന്ത് പറയും? ആസ് യുവർ പാരന്റ്സ്. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. മുന്നേ ഏതൊരു ഇതിൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആസ് യുവർ പാരന്റ്സ്, നിന്റെ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്. അത്ര വരെ കറക്റ്റായി. ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. അത് ഇംഗ്ലീഷിൽ പറഞ്ഞേ. വി കനോട്ട്, ഞങ്ങൾക്ക് കഴിയില്ല. വി കഴിയും. വി കനോട്ട്, ഞങ്ങൾക്ക് കഴിയില്ല. സഹിക്കാന്നുള്ളതിന് ഇഷ്ടംപോലെ വാക്കില്ലേ? As your parents, we cannot control. വി കനോട്ട് കൺട്രോൾ, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. സംഗതി കറക്റ്റാണ്, അർത്ഥം കറക്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വി കനോട്ട് സഫർ, സഹിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ വി കനോട്ട് ടോളറേറ്റ്. ഞാൻ അങ്ങനെ ഇഷ്ടംപോലെ വാക്കുകൾ, ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കണം. ഓക്കെ അനില, വെരി ഗുഡ്. പിന്നെ ഇവിടെ ഞാൻ എഴുതിയതേ ഹി ഹാവ് എനി ഫിക്സഡ് സാലറി എന്നാണ്. പക്ഷെ അവിടെ ഹി ഹാവ് വരുമ്പോ ആൾക്കുണ്ട് എന്നല്ലേ വന്നത്. ഹി ഹാവ് എനി ഫിക്സഡ് സാലറി എന്നാ ഞാൻ എഴുതിയത്. അപ്പൊ അത് he does have any fixed salary. Does he have any fixed salary? അതായത് അവൻ പോകാറില്ല. He does not go. അവൻ പോകാറുണ്ടോ? Does he go? ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഡസ് വരും. ഇനി അവൻ എന്നുള്ളതിന് പകരം അവിടെ അവർ എന്നാന്ന് വിചാരിക്കും, ദേന്നാന്ന് വിചാരിക്കും. അപ്പൊ ഡസ് വരില്ല, ഡു വരും. എങ്ങനെയാണ്? അവർ പോകാറില്ല എന്നാണെങ്കിൽ ദേ ഡു നോട്ട് ഗോ എന്നാണ്. ആ ഡു നോട്ട് ഗോയിന്റെ ആ നോട്ട് കളഞ്ഞിട്ട് ആ ഡു ആദ്യം പറയുമ്പോ അതെന്തായിട്ട് മാറി? അത് ക്വസ്റ്റ്യൻ ചെയ്യും. ഡു ദേ ഗോ? അവർ പോകാറ് ഉണ്ടോ? ഒരാളെങ്കിൽ ഡസ് ഹി ഗോ. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. അവർ പോകാറുണ്ടോ എടുക്കാറുണ്ടോ പറയും. അവർ പോയിട്ടില്ല എന്നാണ് വിചാരിക്കും. അപ്പൊ അവിടെ ഡിഡ് നോട്ട് വരും. ഹി ഡിഡ് നോട്ട് ഗോ, അവൻ പോയിട്ടില്ല. ദേ ഡിഡ് നോട്ട് ഗോ, അവർ പോയിട്ടില്ല. ഇനി അത് ചോദ്യമാക്കിയാണ്, അവർ പോയോ? അപ്പൊ ആ നോട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ആ ഡിഡ് ആദ്യം പറയാം. അപ്പൊ എന്ത് പറയും? ഡിഡ് ഹി ഗോ, അവൻ പോയോ? ഡിഡ് ദേ ഗോ, അവർ പോയോ? വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു. അപ്പൊ ഉച്ച സമയത്ത് പറഞ്ഞപ്പോ നിങ്ങൾ ഊണ് കഴിച്ചോ എന്നുള്ളത് നമുക്ക് ഡിഡ് യു ടേക്ക് യുവർ സപ്പർ, അല്ലെങ്കിൽ ഡിഡ് യു ഈറ്റ് യുവർ സപ്പർ കേട്ടോ, അങ്ങനെ ചോദിക്കാം. യെസ്. അപ്പൊ നമുക്ക്
മകള് കുറച്ചു നേരം മക്കൾ പഠിക്കാനിരിക്കുന്നു. അപ്പൊ അരമണിക്കൂറായിട്ട് ശേഷം നമുക്ക് ചോദിക്കാം, നീ പഠിച്ചോ? ഡിഡ് യു സ്റ്റഡി? നീ പഠിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു സ്റ്റഡി ആണ്. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ അത് തന്നെ അടുത്തൊരു വേറൊന്നും പറയുന്നു. അത് വേറൊരു സ്പോക്കൺ ഇംഗ്ലീഷിൽ വരുന്ന സംഭവമാണ് അതൊക്കെ കേട്ടോ. യെസ്, ഇതിന്റെ അത് വരുന്നതല്ല, ഞാനപ്പോൾ സംശയം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അവർ വരാറില്ല, ഈ ദേ ഡു നോട്ട് കം. അവർ വന്നിട്ടില്ല, ദേ ഡിഡ് നോട്ട് കം. അവർ വരില്ല. അപ്പോൾ അത്തരത്തിൽ വ്യത്യാസം വന്നു. ഒന്ന് പതിവായിട്ട് ഒന്ന് ചെയ്തിട്ടില്ല, ഒന്ന് ഭാവിയിൽ അടക്കുന്ന കാര്യം വരില്ല. അപ്പൊ ദേ വിൽ നോട്ട് കം. ദേ വിൽ നോട്ട് കം. അവർ വരില്ല. ഇനി അത് നമ്മൾ ചോദ്യമാക്കണം, അവർ വരുമോ? അപ്പൊ നോട്ട് കളഞ്ഞിട്ട് വിൽ ആദ്യം പറയും. വിൽ ദേ കം? അവർ വരുമോ? വിൽ യു കം വിത്ത് മീ? നിങ്ങൾ എന്റെ കൂടെ വരുമോ? വിൽ യു ഈറ്റ് വിത്ത് us? ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമോ? യെസ്. ഓക്കെ. അതെ, ഇതൊരു ഒരൊറ്റ സ്റ്റൈലാണ് എല്ലാ ഇംഗ്ലീഷിലും. പക്ഷെ അത് ആളുകൾ മനസ്സിലാക്കി എടുക്കുന്നില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലൂവന്റ് ആയിട്ട് സ്റ്റൈലായിട്ട് നമുക്ക് സംസാരിക്കാനും ഉപയോഗിക്കാനും പറ്റും. പക്ഷെ ആ സംഗതി ഒന്ന് പിടികിട്ടണം. അത് വേണ്ടത് മെനക്കെടാനായിട്ടുള്ളൊരു മനസ്സും കുറച്ച് സമയവും ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ അല്ല ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയ ഇറ്റ് വിൽ ബി ഓക്കെ. ശരി. അപ്പൊ ഇനി ഒരാൾ കൂടി ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ടല്ലോ. അതിന്റെ കയ്യിൽ സുബിത ഇരുന്നാണ്. സുബിത പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വായിച്ചു സാർ. അപ്പൊ ശുഭയാണോ വായിക്കാനുള്ളത്? ഞാനും വായിച്ചു സാർ. അല്ല വായിച്ചോ? ഓക്കെ ഓക്കെ. മിന്നു വായിച്ചാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അളകലേക്ക് വരാം. അളക ബാക്കി വായിച്ചോളൂ. സഹിക്കാൻ. അതുകൊണ്ട് നീ നിന്റെ അച്ഛനെ അനുസരിക്കണം. So you should obey your father. വെരി ഗുഡ്. കറക്റ്റ്. നം എന്ന സ്ഥലത്തൊക്കെ ഷുഡ് വെച്ചോ, ധൈര്യമായിട്ട് കറക്റ്റ് ആയിരിക്കും. യു ഷുഡ് കം, നീ വരണം. യു ഷുഡ് ഗോ, നീ പോകണം. യു ഷുഡ് സ്റ്റഡി, നീ പഠിക്കണം. യെസ്. അപ്പോ നീ നിന്റെ അച്ഛനെ അനുസരിക്കണം. യു ഷുഡ് ഒബേ യുവർ ഫാദർ. എന്താണോ അദ്ദേഹം പറയുന്നത് അത് നിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ ആളല്ലോ. സാർ, യു മസ്റ്റ് ലിസൺ എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ. ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ. ലിസൺ ആക്കാം. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല എന്നത്. ആ വേർഡിന് മാത്രമൊരു കുഴപ്പമില്ല. മിന്നു വായിച്ചോളാം. What he says is for your victory. ചെറിയൊരു എഡിറ്റിംഗ് വേണം. നോക്കിയേ, അത് നമുക്ക് ശ്രദ്ധിച്ചാൽ നോക്കണം. നോക്കിയേ, എന്താണോ അച്ഛൻ പറയുന്നത്, അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ അല്ലേ? അപ്പൊ ഡസ് ഉപയോഗിക്കും. ഒരാളുള്ളെങ്കിൽ ഡസ്. ഹി എന്ന് പറയുമ്പോൾ ഒരാളുണ്ട്, ഡസ്. നേരത്തെ നമ്മളിവിടെ അനിലിനോട് പറഞ്ഞ പോലെ. അപ്പൊ വാട്ട് ഡസ് ഹി സേ ആണ് കറക്റ്റ്. വാട്ട് ഡസ് ഹി സേ? എന്താണോ അച്ഛൻ പറയുന്നത്. അല്ലേ? വാട്ട് ഡസ് ഹി സേ ഈസ് ആകുന്നു ഫോർ യുവർ വിജയം. വിജയം എന്ന് പറയുന്നത് സക്സസ്. ഫോർ യുവർ സക്സസ്. യെസ്. അപ്പൊ വാട്ട് ഡസ് ഹി സേ ഈസ് ഫോർ യുവർ സക്സസ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ്, നിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ മിന്നു, അടുത്ത് വായിച്ചോ. നീ ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. യു ആർ അവർ ഓൺലി ഡോട്ടർ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. യെസ്. അതെ, സംഗതി കറക്റ്റ് ആണ്. നമുക്കൊരു ഭംഗിയാക്കാം. യു ആർ ദ വൺ ആൻഡ് ഓൺലി ഡോട്ടർ. കേട്ടോ? അപ്പൊ നീ, ഞങ്ങൾക്ക് ഒരാളെ ഉള്ളൂ, നീയേ ഉള്ളൂ. യു ആർ ദ വൺ ഓൺലി ഡോട്ടർ. കേട്ടോ? ഓൺലി ഡോട്ടർ, അവർ ഡോട്ടർ. അത് മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. തിരിച്ച് don't forget that you are our one and only doctor. ഞാനിത് ഓർഡർ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ.
ഈ വാചകങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കും, അല്ല പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യെസ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഇതേപോലെ നിങ്ങൾ സംഗതി എഴുതിയുണ്ടാക്കുക. ഒരു സ്വാഗത പ്രസംഗം, പ്രിയ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അപ്പൊ നമുക്ക് പറയാം റെസ്പെക്ടഡ് പ്രസിഡന്റ്, ദെൻ അവിടെ ഉദ്ഘാടകനുണ്ട്, ഇനാഗുറേറ്റർ, യെസ്, പിന്നെ അവിടെ മുഖ്യാതിഥിയുണ്ട്, ചീഫ് ഗസ്റ്റ് ആണ്, മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഞാനിത് എഴുതിയപ്പോഴേ ദാറ്റ് അവസാനം വന്നപ്പോ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുമോ എന്നുള്ളൊരു. എപ്പോഴും ഇത് ഒരു ക്രമം, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഒരു ആള്, പ്രവൃത്തി ചെയ്യുന്ന ആള്, അയാൾ ചെയ്യുന്ന പ്രവൃത്തി, അത് കഴിഞ്ഞതിന് ശേഷം ആരെ അല്ലെങ്കിൽ എന്ത് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതും. പിന്നെ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതും. പിന്നെ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതണം. പിന്നെ എപ്പോഴെന്ന് എഴുതണം. എപ്പോഴെന്ന് ചോദ്യത്തിന് ഇങ്ങനെ എഴുതി പോയാൽ മതി. ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം ഇല്ലെങ്കിൽ അതങ്ങനെ വിട്ടേരെ, ഇത് ബാക്കി പിടിച്ചു. യെസ്. അപ്പൊ സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആള്, വെർബ്, അയാൾ ചെയ്ത പ്രവൃത്തി, അത് കഴിഞ്ഞതിന് ശേഷം ആരെ അല്ലെങ്കിൽ എന്ത് ആ ചോദ്യത്തിന്റെ ഉത്തരം, എങ്ങനെ എന്നുള്ളതിന്റെ ഉത്തരം, എവിടെ എന്നുള്ളതിന്റെ ഉത്തരം, എപ്പോൾ എന്നുള്ളതിന്റെ ഉത്തരം. കറക്റ്റായി. യെസ്. ഇതെങ്ങനെ നമ്മളൊരു പിടിച്ചാൽ പോയാൽ മതി. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ എന്ത് തോന്നുന്നു, ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നോ? ചെയ്യാൻ പറ്റും എന്നൊരു ഇത് എനിക്കും പറ്റും. ഓക്കെ, മിന്നൊരു ആത്മവിശ്വാസമായി, അളകക്ക് വന്നു, ശുഭക്ക് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ വേറൊരു ഭാഗം നമുക്ക് നോക്കാം. യെസ്. ഓക്കെ. ഇനി ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന കാര്യം ഞാൻ ചോദിച്ചതാണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളോട് പറയാം. യെസ്. നമുക്ക് ഒരു ഗ്രൂപ്പായി തിന്നാൻ പറ്റുന്ന സാധനങ്ങൾ, കുടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പറയുന്ന പേര് ഞാൻ ചോദിച്ചാണ് നിങ്ങളോട്? ഇല്ല, ചോദിച്ചില്ല. ചോദിച്ചില്ല. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിവിടെ നിങ്ങളോട് ഇംഗ്ലീഷില് കുറച്ച് സംഗതികൾ ചോദിക്കുകയാണ്. അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറയുന്നു. യെസ്, വൺ വേർഡ്. ഓക്കെ. യെസ്. ഓക്കെ. 4 മിനിറ്റ് 3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ പോയിന്റ് ഒന്നും രേഖപ്പെടുത്തുന്നില്ല, നിങ്ങൾ അറിയാവുന്നവരെ ഉറക്കെ പറഞ്ഞാൽ മതി. യെസ്. ചോദ്യം ഇതാണ്, സേഫ് ടു ഈറ്റ്. സേഫ് ടു ഈറ്റ്. അതൊരു ഇംഗ്ലീഷ് മീനിങ് ആണല്ലോ, സേഫ് ടു ഈറ്റ് എന്ന് വെച്ചാൽ തിന്നാൻ സേഫ് ആയിട്ടുള്ള, ഭക്ഷിക്കാൻ സേഫ് ആയിട്ടുള്ള. അതിനൊരു വൺ വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ. എഡിബിൾ ആണോ എന്നല്ല, എഡിബിൾ ആണ്. വെരി ഗുഡ് സുബിത, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ പറയാൻ പോയതായിരുന്നു, നിങ്ങള് ബേക്കറി സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ബിസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ആ കവറിന്റെ മുകളിൽ ഉണ്ടാവും എഡിബിൾ. എഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്നത്. യെസ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഈസി ടു ഡ്രിങ്ക്. ഈസി ടു ഡ്രിങ്ക്. നമ്മൾ അടുക്കളയിൽ ചെന്നിട്ട് അമ്മനോട് ചോദിച്ചിട്ടുണ്ട്, കുടിക്കബിൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? തിന്നബിൾ ഇത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചെറുതായിരുന്നു. സൂപ്പർ, വെരി ഗുഡ്. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. അതിന്റെ പേര് പോർട്ടബിൾ എന്നാണ്. POTABLE, പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞിരുന്നത് ദാറ്റ് ക്യാൻ ബി ഡ്രങ്ക്, കുടിക്കാൻ പറ്റുന്നത് കേട്ടോ. ഈസി ടു ഡ്രിങ്ക്, ഇതിനാണ് പോർട്ടബിൾ. ഓക്കെ. യെസ്. അപ്പൊ ചോദ്യത്തിന്റെ ഘടകം മനസ്സിലായല്ലോ. അടുത്തത്, ആ സേഫ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഈസി എന്ന് ആക്കിയാണേ. ഈസി ടു സീ. SEEC. ഈസി ടു സീ. അല്ല, വേറെ കറക്റ്റ് നോക്കൂടി. ഒബിയസ് പറയാം, എന്നാലും ഈസി ടു സീ. എന്താണ് അളക പറഞ്ഞ? ഞാൻ ഒബ്വിയസ് എന്ന് പറഞ്ഞു. നോട്ടീസബിൾ എന്ന് പറഞ്ഞു. ഈസി ടു സീ, കാണാൻ
പ്ലേറ്റിലാണോ സാർ? ഓക്കെ വിസിബിൾ വെരി ഗുഡ് വിസിബിൾ. അടുത്തത് ഈസി ടു ഹിയർ, HEAR ഹിയർ, കേൾക്കുക. Audible. യെസ്, വെരി ഗുഡ് സുബിത. ഓഡിയബിൾ, ഓഡീഷൻ അല്ലേ, അത് കേട്ടിട്ടില്ലേ? ഓഡിയബിൾ, വെരി ഗുഡ്. അടുത്ത ചോദ്യം ഇതാണ്, ഈസി ടു റീഡ്, READ. ഈസി ടു റീഡ്. Readable ആണോ? റീഡബിൾ ആണോ സാർ? റീഡബിൾ എന്താ സുബിത പറഞ്ഞ? Readable. റീഡബിൾ അല്ല സുബിത. ലെജിബിൾ ആണോ? ലെജിബിൾ, വെരി ഗുഡ്. ലെജിബിൾ ആണ്. വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പറയുന്നത് ലെജിബിൾ അല്ലല്ലോ, ഇത് ലെജിബിൾ ആകട്ടെ എന്ന് പറയും. അപ്പൊ റീഡ്, ഈസി ടു റീഡ്, ദാറ്റ് ഈസ് ലെജിബിൾ ആണ്, ലെജിബിൾ. അടുത്തത് ദാറ്റ് ഈസി എന്നുള്ള വേർഡ് ചെയ്യാൻ മാറ്റിയിട്ട് ക്യാൻ ബി എന്നാക്കിയത്. ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്, TOUCHD, ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്, സ്പർശിക്കാൻ കഴിയുന്നു. ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്, നമ്മൾ ടച്ചബിൾസ് എന്നൊക്കെ പറയും, അത് വേറെ ഇതല്ല. പാൽപ്പബിൾ ആണോ സാർ? So, പാൽപ്പബിൾ ആണോ? അതല്ല. Tangible. Yes, very good, Alaga. Tangible, TANGIABLE, tangible. Yes. അടുത്തത് that can be measured. MEASURED, that can be measured. മെഷറബിൾ. Measurable അല്ല, ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ആണ്, അത് അല്ല. ക്വാണ്ടിറ്റി അതിനോട് കുട്ടിയുടെ വേറെ സാധനം കൂടി പറയണം. ആ വാക്കിന്റെ അടുത്തേക്ക് കൂടി ശുഭം പോയിട്ടുണ്ട്. ക്വാളിറ്റി ആണോ? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഗുണമായി, ക്വാണ്ടിറ്റി വേറെ തന്നെയാണ്, പക്ഷെ അത് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കിയാൽ മതി. ക്വാണ്ടിയബിൾ എന്നാണ്. ക്വാണ്ടിയബിൾ. ഓക്കെ, QUANTIABLE. ഓക്കെ, അപ്പോ we will meet in the next class. അപ്പൊ അന്ന് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ബാക്കി നമുക്ക് അന്നേരത്തെ പറയാം. ഓക്കെ, so your involvement was deep. So once again, I congratulate you. We will meet in the next class. Okay, bye. താങ്ക് യു സർ. Thank you, sir. Thank you, sir.